ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ആക്ഷൻ ഹീറോ ബിജു, വൺ, ജയ 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 ഹേ, മിന്നൻ മുരളി തുടങ്ങിയ സിനിമകളിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ നടനാണ് അസീസ് നെടുമങ്ങാട്. ടെലിവിഷൻ പരിപാടികളിലൂടെ ഹാസ്യ നടനായാണ് അസീസിന്റെ തുടക്കകാലത്ത് ഹാസ്യ കഥാപാത്രങ്ങളെ മാത്രം അവതരിപ്പിച്ചിരുന്ന അസീസിന് ഒരു ബ്രേക്ക് ത്രൂ നേടിക്കൊടുത്ത ചിത്രമായിരുന്നു 2023 പുറത്തുവന്ന മമ്മൂട്ടി ചിത്രം കണ്ണൂർ സ്ക്വാഡ്. ആ ചിത്രത്തിൽ മമ്മൂട്ടിയോടൊപ്പം പോലീസ് വേഷത്തിൽ അസീസും ഉണ്ടായിരുന്നു. താൻ ആ സിനിമയിൽ ചെയ്ത ജോസ് എന്ന കഥാപാത്രം മറ്റൊരാൾ ചെയ്യാൻ ഇരുന്നതാണെന്നും പിന്നീട് തനിക്ക് കിട്ടിയതാണെന്നും അസീസ് പറയുന്നു. എന്തെങ്കിലും ഒരു മാറ്റമൊക്കെ അസീസിന് കൊടുക്കേണ്ടേ എന്ന് മമ്മൂട്ടി പറയുകയുണ്ടായെന്നും പിന്നീടാണ് ആ റോൾ സീരിയസ് ആയി തന്നെ ചെയ്തതെന്നും അസീസ് പറഞ്ഞു. അസീസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: സിനിമയിലെ ജോസ് എന്ന കഥാപാത്രം മറ്റൊരാളായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. എന്തോ ദൈവ അനുഗ്രഹം കൊണ്ട് അത് എന്റെ കയ്യിൽ വന്നു. ആദ്യം പറഞ്ഞ സ്ക്രിപ്റ്റും പിന്നീട് തന്ന സ്ക്രിപ്റ്റിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ഹ്യൂമറൊക്കെ കൂട്ടിച്ചേർത്തിരുന്നു. ഒരു സീനിൽ മമ്മൂക്കയോടൊപ്പം അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ഹ്യൂമർ ഞാൻ പറഞ്ഞു. അപ്പോൾ മമ്മൂക്ക എന്താ ഇത് ഇങ്ങനെ എന്ന് ചോദിച്ചു. ഞാൻ ആ സ്ക്രിപ്റ്റിലുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിച്ചു പറഞ്ഞത്. അങ്ങനെ റൈറ്ററെയൊക്കെ വിളിച്ച് ഇത് എന്താ സംഭവം എന്ന് മമ്മൂക്ക ചോദിച്ചു. അസീസ് ആയതുകൊണ്ട് കുറച്ച് ഹ്യൂമർ കൊണ്ടുവന്നതാണെന്ന് ഷാഫി അദ്ദേഹത്തോട് പറഞ്ഞു. എന്താടോ അവനെ ഒന്ന് മാറ്റി ചെയ്യാൻ നോക്കൂ എന്ന് മമ്മൂക്ക പറഞ്ഞു. പിന്നീട് മമ്മൂക്ക എന്നോടായി ചോദിച്ചു, തനിക്ക് വിഷമമായോടോ? നിനക്ക് വിഷമമായെന്ന് എനിക്കറിയാം. ബാക്കി സിനിമ ഇറങ്ങുമ്പോൾ നിനക്ക് മനസ്സിലാകും. ഒന്ന് മാറ്റിയൊക്കെ ചെയ്യടോ എന്ന് മമ്മൂക്ക പറഞ്ഞു. എനിക്കത് ഭയങ്കര ഒരു സംഭവമായിരുന്നു. അന്ന് ഞാൻ ഹ്യൂമർ ചെയ്തിരുന്നുവെങ്കിൽ സ്ഥിരം സിനിമകൾ ചെയ്യുന്നത് പോലെ ആയേനെ. നീ ചിരിക്ക പോലും ചെയ്യരുത്, നിന്റെ പല്ല് പോലും വെളിയിൽ കാണരുത് എന്ന് അന്ന് മമ്മൂക്ക ഉപദേശിച്ചു. അസീസ് പറഞ്ഞു നിർത്തി. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.